പുരുഷന്മാർ അടക്കി വാണിരുന്ന തോൽപ്പാവക്കൂത്തെന്ന കലാരൂപത്തിൽ സ്ത്രീ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ഒറ്റപ്പാലം കൂനത്തറയിലെ ഒരു പെൺപാവക്കൂത്ത് സംഘം. ഏറെ ബുദ്ധിമുട്ടുള്ള പാവനിർമ്മാണവും കൂത്തവതരണവും ഈ പെൺപടയ്ക്ക് ഒരു പ്രശ്നമല്ല. കാവുമൈതാനങ്ങളിലെ കൂത്തുമാടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കലാരൂപത്തെ ജനകീയമാക്കിയതിൽ നിരവധി പേർക്ക് പങ്കുണ്ട്. പക്ഷേ കൂത്തുവേദികളിലെ സ്ത്രീ സാന്നിധ്യത്തിന് അവകാശികൾ വളരെ ചുരുക്കം പേർ മാത്രം. ഒറ്റപ്പാലം കൂനത്തറയിലെ പെൺപാവക്കൂത്ത് സംഘങ്ങളിലെ ചിലരാണ് ഇവർ. 7 പേരിൽ തുടങ്ങിയ പെൺപാവക്കൂത്ത് സംഘം ഇന്ന് പടർന്നു പന്തലിക്കുകയാണ്. അതിൽ പല കലാകാരികളും വേദികളിൽ നിന്നും വേദികളിലേക്ക് പടരുന്നു. മനുഷ്യൻ നിഴൽ കണ്ടുപിടിച്ചത്രയും പഴക്കമുള്ള ലോകത്തിലെ ആദ്യത്തെയും പുരാതനവുമായ കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. മലബാറിലെ ദേവീക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായി ഇപ്പോഴും ആചാരാനുഷ്ഠാനമായി നടത്തിവരുന്ന പ്രാചീന കലാരൂപം. കാലങ്ങളായി പുരുഷാധിപത്യമുള്ള തോൽപ്പാവക്കൂത്തിൽ സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണ്. ഭദ്രകാളി ദേവീപ്രീതിക്കായി നടത്താറുള്ള കൂത്തുമാടത്തിൽ സ്ത്രീകൾ കൂടുതലും കാഴ്ചക്കാരോ ആസ്വാദകരോ മാത്രമാകുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി സാംസ്കാരിക മുന്നേറ്റത്തിലൂടെ സ്ത്രീപക്ഷ പാവനാടകത്തിനാണ് ഈ പെൺപട രൂപം നൽകിയത്. പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്രപ്പുലവരുടെ മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സംഘം രൂപം കൊണ്ടത്. ഒരു കൊച്ചുകുട്ടിയുടെ ജനനം മുതൽ യൗവന കാലഘട്ടം വരെയാണ് ഈ പാവക്കൂത്തിലൂടെ അവതരിപ്പിക്കുന്നത്. സ്ത്രീകൾ നേരിടുന്ന കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ നന്മകളെല്ലാം ചേർത്തുകൊണ്ട് ചിട്ടപ്പെടുത്തിയ ഈ പാവക്കൂത്ത് അരങ്ങുകളിൽ കയ്യടി നേടുകയാണ്. ഞങ്ങൾ ആദ്യം ഈ രംഗത്തിലേക്ക് വരാനുള്ള കാരണം ഞങ്ങളുടെ ഏട്ടന്മാരാണ്. ഏട്ടന്മാരുടെ ഓരോ പാട്ടുകളും ഈ ചെയ്യുന്ന ഓരോരോ പുറം വേദികളിൽ ചെയ്യുന്ന ഓരോ പെർഫോമൻസൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് അത്രയും താല്പര്യത്തോടെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. പെൺപാവക്കൂത്ത് എന്ന ആദ്യമായിട്ട് ഒരു സ്റ്റോറി ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് വളരെ നല്ലൊരു പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ മോശമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല വേദികൾ, കുറേ വേദികളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അതെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി 4 ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ഇത് തന്നെയായിരുന്നു. ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ വേദികൾ വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. UTV ന്യൂസ്, പാലക്കാട്.